അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. രാത്രി ഒരു 12 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കിടന്നുറങ്ങാൻ. കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് മാത്രമല്ല, ഫോണിൽ മെമ്മറി പെട്ടെന്ന് ഫുള്ളാകുന്നുണ്ട്. ഞാൻ 4K വീഡിയോ അല്ലേ എടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് ഫുള്ളാകുന്നുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കി നമ്മൾ വീഡിയോ വീണ്ടും എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഗതി ആവാറുണ്ട്. 30 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസം ഇതുതന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ ഡ്യൂട്ടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. പാല് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു. അതിന് മുമ്പായിട്ട് നമ്മൾ സിറ്റ് ഔട്ട് എപ്പോഴും ഒന്ന് വേഗം അടിച്ചു വാരുമല്ലോ. കാരണം അവിടെ അറിയാലോ, ആരെങ്കിലും വന്നിരുന്ന പിന്നെ അടിച്ചു വാരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ മുറ്റടിച്ചു വാരുന്നില്ല, ഒന്ന് മഴ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ തവള ശല്യം വല്ലാത്തൊരു ശല്യമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അത് കാഷ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് നല്ല പണിയായിരുന്നു ഇന്ന്. പിന്നെ ഞാൻ ചായ വെക്കണതിന് മുമ്പ് വേഗം പോയിട്ട് വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു ലിക്വിഡ്. പിന്നെ ഇന്നലെ ആട്ടി വെച്ച ദോശമാവ് എടുത്തുകൊണ്ട് പുറത്ത് വെച്ചു കേട്ടോ. രാവിലെ നേരത്തെ എണീച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്, തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വാഷിങ്ങിന് ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പോയി വേസ്റ്റ് കൊട്ടാനുണ്ടായിരുന്നു, അതൊക്കെ കൊട്ടിക്കഴിഞ്ഞ് വന്ന് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി അങ്ങ് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞൊരു ബ്ലോഗിൽ ഞാൻ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലേഡി കുറേ സാധനങ്ങൾ അയച്ചു തന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ന് ഞാൻ അതിലത്തെ 2-3 ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണാൻ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാ പാല് വന്നതിന് ഞാൻ വേഗം പോയി എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് ചായ പരിപാടി അങ്ങ് തുടങ്ങാം അല്ലെ. ചായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു റീലിൽ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഉണ്ടാക്കുന്ന ചായ എന്നൊരു ചായ അല്ല എന്നുള്ളത് കേട്ടോ. കാരണം ഈ ചായക്കടകളിലെ ചായയല്ലേ അതാണ് അത്ര ആക്ച്വലി. അതായത് 100 ഡിഗ്രിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് പൊടിയിട്ടിട്ട് അത് 100 ഡിഗ്രിയിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഒരു 70 ഡിഗ്രിയിൽ പാലും തിളച്ചിട്ട് വേണത്ര നമ്മൾ ചായ. അത് തമ്മിൽ അങ്ങ് മിക്സ് ചെയ്യുമ്പം അവിടെ കിട്ടുന്ന ഒരു സംഭവമാണ് അത്ര ചായ എന്ന് പറയുന്നത്. ഷെഫ് പിള്ള പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പൊ ഷെഫ് പിള്ള അതിൽ പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ നോക്കാം, ഒരു ദിവസം അങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ മനസ്സിലായി ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയ ചായ എന്നൊരു ചായ അല്ലെന്ന്. അതില് അദ്ദേഹം പറയുന്നുണ്ടേ, നമ്മൾ വീട്ടിൽ കിട്ടുന്ന ചായയല്ലേ അതൊന്നും ഒരു ചായയേ അല്ല, അതൊക്കെ ഭയങ്കര മോശം ചായയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നോക്കാം. ഒരാവശ്യം ഷെഫ് പിള്ളക്കൊക്കെ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമല്ലേ. നോക്കാം അല്ലെ. അങ്ങനെയൊക്കെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ചായ ഉണ്ടാക്കി നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ട് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ റിഹാൻക്കുള്ള ചായ ജസ്റ്റ് ഒന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട്. അവൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ലേഡിക്ക് ഭയങ്കര ദേഷ്യം വന്നേക്കുവാണ് കേട്ടോ. ചായക്ക് കുട്ടികളുടെ കയ്യിൽ അങ്ങ് കൊണ്ടു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഭാവിയിൽ വീട്ടിൽ വരുന്ന മരുമക്കളെയും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതാക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ ശീലിപ്പിക്കാനാണോ ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് ഇതൊന്ന് കാണാം. ഇതിലൊരു വുമൺസിന്റെ വെൽനെസ് മിക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ പ്രോട്ടീൻ ബാർ ഉണ്ട്, അതൊന്ന് കഴിച്ചു നോക്കണം. പ്രോട്ടീൻ ബോൾ ഉണ്ട്. അതെല്ലാം നമുക്ക് അറിയാലോ, പ്രോട്ടീൻ നമുക്ക് എത്രത്തോളം വേണ്ടതാണെന്നുള്ളത് അറിയാലോ. അപ്പൊ അവരുടെ പ്രോട്ടീൻ ബാർ ഇതാണ്. നല്ല ടേസ്റ്റിന്റെ ആയിരുന്നു കേട്ടോ സംഭവം. കാണാൻ തന്നെ നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് ഉള്ളിൽ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബോളിൽ ഇരിക്കുന്നത് പ്രോട്ടീൻ ബോളാണ്. എനിക്ക് പ്രോട്ടീൻ ബാറിനെക്കാട്ടിലും ഒന്നുകൂടെ ഇഷ്ടമായത് ഈ ബോളാണ് കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, സ്വീറ്റ് ഒന്നുമില്ല. ഹെൽത്ത് വൈസ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ എന്തായാലും രാവിലെ തന്നെ ഇത് ഓരോന്ന് കഴിച്ചു കേട്ടോ. പ്രോട്ടീൻ ബാറും ഒന്നും ഫുള്ള് കഴിച്ചില്ല, ഞാനും അയൻകുട്ടിയും കൂടെ പീസായി കഴിച്ചു. ഇത് ഞാൻ ഫുള്ളും കഴിച്ചു, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് ഞാനത് ഫുള്ളും കഴിച്ചു. ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. എന്തും കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണം എന്നാണല്ലോ പറയാറ്. അപ്പൊ ഇതിൽ ഒരുപാട് ഹെൽത്തി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാട്ടോ അവർ ഉണ്ടാക്കുന്നത്. ഞാൻ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ
കൊടുക്കാം, കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തോട്ടോ. അപ്പൊ അയാൻകുട്ടിക്ക് നല്ലോണം ഇഷ്ടമായി. അവൻ ആടാണ്ട് നിൽക്കുകയില്ല, കാലെപ്പോഴും ആട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് എന്താണെന്നറിയില്ല, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉമ്മ പറയുണ്ടായിരുന്നു, നിന്റെ സ്വഭാവം കിട്ടിയേക്കുവാന്നൊക്കെ. അപ്പോ ശരി, എന്റെയും സ്വഭാവം വേണ്ടേ, നമുക്ക് എപ്പോഴും കാലാട്ടി കൊണ്ടാ ഇനി എങ്ങനെ നിൽക്കാന്ന് അറിയില്ല. ഉമ്മാക്കും കൊടുത്തു. അതിനുശേഷം ഞാൻ ഇന്ന് ഈ റാഗിയുടെ ചോക്കോ സിപ്പ് ഒന്ന് കുട്ടികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ സാമ്പാർ പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കണം. സാമ്പാർ ഇൻസ്റ്റന്റ് സാമ്പാർ മിക്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഞാൻ വഴിയെ എൻ്റെ ഓരോ ബ്ലോഗിൽ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അതായത് റെസിപ്പികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കാണിക്കുക. ചോക്കോ നെറ്റ് സിപ്പ് ഒന്ന് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം കഞ്ഞിയാക്കിയിട്ട് കുടിക്കുന്നതാണ്. ഇത് ബിരിയാണി പൗഡർ, അതും ഞാൻ ഒരു ദിവസം കാണിക്കാം. പിന്നെ ഇന്ന് ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കണം, ന്യൂട്രി ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം കേട്ടോ. വുമൻസ് വെൽനെസ് മിക്സ് ആണ്. നമ്മുടെ വുമൻസിനൊക്കെ 30 കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും കാൽസ്യം, അയൺ ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ നമുക്ക് വുമൻസിനൊക്കെ പറ്റിയൊരു സംഭവമാണ് അത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, അവരെ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതി. ഇത് റാഗി ചോക്കോ നെറ്റ് സിപ്പാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ല ഹോട്ട് മിൽക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന്റെ കളർ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. അപ്പൊ ഞാൻ ഇത് അയൻകുട്ടിക്ക് കുടിക്കാനും കൊടുക്കാന്ന് വിചാരിച്ചു. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മധുരിട്ട് കൊടുത്താൽ മതി, അത് ശർക്കര പൊടി ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ അവൻക്ക് കൊണ്ടുകൊടുത്തു. അവൻ കുടിച്ച് അവന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാല്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോ ഇതാ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ എക്സ്പ്രഷൻ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഇവരുടെ തന്നെ ഇൻസ്റ്റന്റ് സാമ്പാർ മിക്സ് വെച്ചിട്ട് ഞാൻ ഇന്ന് സാമ്പാറും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എപ്പടി ഇருக்கு? நல்லா இருக்கா? ഞാൻ കുറെ നേരമായി ഇവരുടെ എന്ന് പറയുന്നുണ്ട് അല്ലേ. അംബ ഫ്രൂട്ട് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് സാമ്പാറിലോട്ട് നമുക്ക് 300 ml വാട്ടറാണ് ആവശ്യം. ഞാൻ 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം 1/2 ലിറ്ററിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ മിക്സ് ഇതുപോലെ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അവിടെ മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എന്തായാലും ഇഡലിക്കും ദോശയ്ക്കും ആയതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. ജസ്റ്റ് അതൊന്ന് വഴറ്റി അതിൻ്റെ ഒരു താളിപ്പ് മാത്രം ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ തക്കാളിയും വലിയുള്ളിയാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത്. പിന്നെ വെജിറ്റബിൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. പരിപ്പൊന്നും വേവിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും നമുക്ക് രാവിലെ എണിച്ചിട്ടുള്ള പണികളിൽ കുറെ കമ്മിയുള്ളതൊക്കെ അതാണ് കേട്ടോ. അപ്പൊ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഉഴുന്നും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച ശേഷം വലിയുള്ളിയും തക്കാളിയും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്തി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മുടെ ഈ മിക്സിയിൽ ഉപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളി തക്കാളിക്കൊക്കെ മാത്രം വേണ്ടിയിട്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പൊ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ കട്ടി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുക്കുക. അപ്പൊ ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് എനിക്ക് വന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ രാവിലത്തെ തിരക്കിനൊക്കെ പറ്റിയൊരു ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇത് ടേസ്റ്റും ഉണ്ട്. അതുപോലെ പരിപ്പൊന്നും വേവിക്കാൻ വെക്കണ്ട, ജസ്റ്റ് കടുകും ഉഴുന്നും ഇതെല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇനി വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയിട്ട് എന്താ പറയുക ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക്. കുറച്ച് ദിവസമായി നമ്മൾ അടുക്കളയിൽ ദോശ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ അവിടുന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനം ബോക്സൊക്കെ ഇങ്ങനെ താഴെ ഇട്ടപ്പോൾ ഞാൻ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലാണ് നെയ്യ് വെക്കുന്നത്. അതുകൊണ്ട് എന്താ പറഞ്ഞാല് നെയ്യ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. എനിക്ക് പുറത്ത് വെക്കാൻ ഭയങ്കര പേടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അന്ന് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പകുതി നെയ്യ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എടുക്കാനായിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു വലിയ പാത്രത്തിലോട്ട് എടുക്കാനായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇത് മേടിക്കുന്ന കാരണമാണ് നമുക്ക് അത്രയും കിട്ടുന്നത് കേട്ടോ, ക്രീം കിട്ടുന്നത്. പാൽ അത്യാവശ്യം മേടിക്കുന്ന കാരണം. അതേപോലെ
നല്ല നെയ്യ് റോസ്റ്റ് റെഡി കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ദോശയ്ക്ക് ഞാൻ എങ്ങനെ വെള്ളത്തിലിടാറ് എന്നുള്ളത്. അത് ഞാൻ ഇന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശ. അപ്പം എന്തായാലും ലാസ്റ്റ് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സാമ്പാർ ഇഷ്ടമായി, ദോശ ഇഷ്ടമായി. അങ്ങനെ നമുക്ക് കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ട്. വായിക്കണോ? ഇപ്പൊ തന്നെ വായിക്കണോ? വായിക്കാം അല്ലേ. ഇത് ഞാൻ ലഞ്ച് ആക്കാന്ന് വിചാരിച്ചു. ഇന്ന് ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് ദോശയും സാമ്പാറും തന്നെ സ്കൂളിലോട്ട് ആക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ റിഹാൻക്കും വേണമെന്ന് പറഞ്ഞു. റാഗി ചോക്കോ സിപ്പ് ആ ഒരു മിക്സ് ഇല്ലേ, അയാൻക്ക് ഞാൻ രാവിലെ കൊടുത്തില്ലേ അത്. അപ്പോൾ റിഹാൻക്കും അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. റാഗി ചോക്കോ നട്ട് സിപ്പാണ് കേട്ടോ സംഭവം. അതിൽ റാഗി ഉണ്ട്, പിന്നെ ഷുഗർ ഇല്ല കേട്ടോ. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ബൂസ്റ്റ് ഹോർലിക്സ് പോലെ പാലിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് അത്യാവശ്യം ഏജ് ആയിട്ടുള്ള കുട്ടികൾ വരെ ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയും ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ശർക്കരയുടെ പൊടിയൊക്കെ ചേർത്തി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ള വെബ്സൈറ്റ് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക. അതേപോലെ അവരുടെ കോണ്ടാക്ട് നമ്പറും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ റിഹാൻക്കും അയാൻക്കും സംഗതി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അവരുടെ ലഞ്ചെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ റിഹാൻക്ക് ഞാൻ പ്രോട്ടീൻ ബാർ കൊടുത്തിരുന്നില്ല. ഇതിലും ഒത്തിരി നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വീറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. കൊക്കോ പൗഡർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചോക്കോ നട്ട് സിപ്പിലും കൊക്കോ പൗഡർ കുറച്ച് ആഡ് ചെയ്തിട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പം ഞാനിത് അവർക്കെല്ലാം കഴിക്കാനൊക്കെ കൊടുത്തു. ഞാനുണ്ടല്ലോ ഒരു ബാറ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫില്ലായ പോലെ ഫീൽ ചെയ്തു. അത്രയും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഉണ്ട്. അത് കാരണമായിരിക്കും കേട്ടോ മേ ബി. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ട് ഇനി എൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോകും. ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുക്കണം. അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ മുറ്റടിച്ചു വാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേഗം ഒന്ന് പാത്രങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട്. റിഹാനും അയാനും പോകാൻ വേണ്ടി റെഡിയായി സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ വായടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉമ്മാനോട്. ഞാനും അതിൻ്റെ കൂടെ കൂടി. ജിമ്മി വീട്ടിൽ രാവിലെ ചായക്ക് സ്നാക്ക് കഴിക്കാറില്ലേ? ഇല്ല. ചില ആൾക്കാർ രാവിലെ ചായക്ക് ബേക്കറി എന്തെങ്കിലും കൂട്ടുന്നത് കാണാം. വീഡിയോ അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇവിടെ കഴിക്കാറില്ല കേട്ടോ. ഇവിടെ വൈകുന്നേരം നമ്മൾ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് അത് ബേക്കറി ഐറ്റംസ് കഴിക്കൽ. നമ്മൾ മന്ത്ലി ഉപ്പിയും ഉമ്മയും ഹോസ്പിറ്റലിൽ പോണ ആ ഒരു ഡേയിൽ ടോപ്പ് നോച്ചിൽ പോയിട്ടാണ് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് വരാറ്. അത് കഴിയുന്ന വരെ നമ്മൾ അതങ്ങനെ കഴിക്കും. പിന്നെ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഇടും. പിന്നെ നെക്സ്റ്റ് മന്ത് പോകുമ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചായ ഒരു നേരമാക്കി കുടിക്കൂ എന്ന് പറയുന്നുണ്ട്. ചായ ഞാൻ 2 നേരം ചായ കുടിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ചായ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ഒരുപാട് ചായ ഒന്നും ഞാൻ കുടിക്കില്ല, ക്വാണ്ടിറ്റി കൂട്ടി കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് 2 നേരം ആക്കുന്നതിൽ പ്രശ്നമുണ്ട് തോന്നിയിട്ടില്ല. കുറച്ചല്ലേ കുടിക്കുള്ളൂ. അങ്ങനെ കുട്ടികൾ പോയ ശേഷം ഞാൻ തുണികളൊക്കെ എടുത്തു വെക്കണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അയൺ ചെയ്ത് കൊണ്ടുവന്ന ഇക്കാൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നമ്മൾ അലമാരയിൽ വെക്കുന്നുണ്ട്. എന്താ പറയുക, ഞാൻ അയൺ ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അയൺ ചെയ്യലാണ്. അയൺ ചെയ്യൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. പണ്ട് എപ്പോഴോ കുറേ മുന്നേ ഇക്കാൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ അയൺ ചെയ്തിട്ട് ഇക്കാക്ക് ശരിയായിട്ടില്ല, നീ ചെയ്യണ്ട എന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഞാൻ ആ ഒരു പരിപാടി അങ്ങ് നിർത്തിയിട്ടോ. ഊതിയുള്ള ആ ചായ ഒരു വികാരം തന്നെയാണ് അല്ലേ? അതെ, ചായ, ബിരിയാണി ഇതെല്ലാം ഒരു വികാരം തന്നെയാണ്. ഊതി ഞാൻ ചായ കുടിക്കണത്. ചായയിൽ ഊതല്ല, പാട വന്നിട്ടുണ്ടാവും, അതിനെ ജസ്റ്റ് മാറ്റുന്നതാ. അപ്പൊ ഇത്രയും പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സംഭവം കുടിച്ചു നോക്കിയാൽ ഇത് സംഭവം ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വുമൺസിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ കാൽഷ്യം, അയൺ ഈ ഒരു കണ്ടന്റ് ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഇത് പാലിൽ ജസ്റ്റ് ഒരു സ്പൂണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. ഹോർലിക്സ് പോലെ തന്നെ ഇരിക്കും നമുക്കിത്. പക്ഷേ സ്വീറ്റ് ഉണ്ടാവില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്തിട്ട് എടുക്കാം. ഇതിലും
ഒത്തിരി നല്ല നല്ല ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിൽ വായിച്ച് നോക്കിയാൽ ഇത് വാങ്ങിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ജിമ്മിൽ പോകുന്നു, നമ്മുടെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അകത്തോട്ട് വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിനും വേണ്ടിയിട്ട് ചെയ്യണം. എന്ന് വിചാരിച്ചിട്ട് ഫുൾ ഹെൽത്തി ആവണം എന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ നമുക്കൊരു ഹെൽത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കുടിച്ച ശേഷം വേഗം പോയി അടിച്ചു വാരാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മുറ്റൊന്ന് അടിച്ചു വാരാൻ നിന്നു. ഇന്നലെ ഞാൻ മുറ്റം അടിച്ചു വാരില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ മുറ്റം അടിക്കുന്നത് കാണാണ്ടായപ്പോൾ മിസ് ചെയ്തു ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഈ ഒരു ഭാഗം മഴ ഉണ്ടായിരുന്നു, മഴയുടെ ആ വെള്ളമൊക്കെ പോയ ശേഷമാണ് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ, ജിനിത്ത കാണുന്ന വീഡിയോ ഏതാ, ചാനൽ ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 10-20-25 മിനിറ്റ് വരെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് 15ാമത്തെ മിനിറ്റിലോട്ട് ആ വോയിസ് ഓവർ അങ്ങോട്ട് ഡിലീറ്റ് ആയിപ്പോയി. ബാക്കിലോട്ട് 10 മിനിറ്റ് ഞാൻ സംസാരിച്ചത് വെറും വെള്ളത്തിലായി പോയിട്ടോ. ഭയങ്കര സങ്കടം വരുന്നടോ, ഇത്രയും സമയം ഞാനിരുന്ന് പറഞ്ഞിട്ടേ. അപ്പം എന്തായാലും ഞാൻ കാണുന്ന യൂട്യൂബ് ചാനൽ ആ വീഡിയോയിലാണെങ്കിൽ വല്ല ഫിലിമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ ഫേവറേറ്റ് ചാനൽ സഞ്ജു ലക്ഷ്മിയുടെ ചാനൽ, പിന്നെ നമ്മുടെ കണ്ണൂരത്തെ ഒരു കപ്പിൾസ് ഇല്ലേ അവരുടെ ചാനലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ അവർ, എനിക്ക് അവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ ഹോം ടൂർ ചെയ്യുമോന്ന്. ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്, തമിഴിലാണ് ചോദിച്ചേക്കുന്നത്. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്. എന്നോട് തമിഴ് തെരിയുമാ എന്ന് ചോദിച്ചിട്ടുണ്ട്. തമിഴ് എനിക്ക് അവളോന്നും தெரியாது, ബട്ട് തമിഴ് പേசுறதுக்கு എനിക്ക് ரொம்ப പിടിക്കും. എൻ്റെ തമിഴ് എപ്പടി ഇருக்கு നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് അത്ര വലിയതൊന്നും അറിയില്ല, പക്ഷെ കേൾക്കാനും പറയാനൊക്കെ ഇഷ്ടമാണ് തമിഴ്. പിന്നെ സ്നേഹമുള്ള ഉമ്മ, മക്കളോട് വളരെ സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെ ജിനി, എൻ്റെ പേര് സുമ, ഞാൻ ജിനിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ, താങ്ക് യു. ഹലോ, എന്താ വർത്താനം, സുഖമല്ലേ ചോദിക്കുന്നുണ്ട്. അതെ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വേഗം എൻ്റെ പണികളിലോട്ടൊക്കെ കിടന്നിട്ടോ. മുന്നിൽ അടിച്ചു വാരിയ ശേഷം ഈ ഒരു ഭാഗത്തും കൂടെ അടിച്ചു വാരണം. ഇന്നലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇലകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അതിനൊക്കെ ഒന്ന് അടിച്ചു വാരി. മഴയുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഞാൻ മുറ്റടിക്കാന്ന് തന്നെ വിചാരിച്ച്. കാരണം പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി അടിച്ചു വാരുന്നത് ഒക്കെ. നമ്മൾ മന്ത്ലി ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ക്ലീൻ ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ വിളിച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ മഴ പെയ്ത് എപ്പോഴാണോ പുല്ല് വരുന്നത് ആ സമയത്തേക്കൊക്കെ വിളിച്ചാൽ മതിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെന്താണ്, ഞാൻ മലപ്പുറം ചമ്മല എന്ന് തന്നെയാണ് പറയാറ്. എൻ്റെ ഓർമ്മ തന്നെയാണ്. കാരണം മുറ്റത്ത് നിറയെ ചമ്മലുണ്ടോ, ഒന്ന് അടിച്ചു വാരി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു എവിടെയോ ഒരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ടോപ്പ് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ബഡാ ബസാറിന്ന് എടുത്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മക്കുറവ് നല്ലോണം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇത് കുറച്ച് വർഷം മുന്നേ എടുത്തതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കേടൊന്നും വന്നിട്ടില്ല, ഇനിയും കേട് വന്നിട്ടില്ല. മെഷീൻ വാഷ് ആയിട്ട് പോലും കേട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ചേച്ചി മുറ്റടിക്കുന്നത് കാണാനാണ് ഞാൻ വീഡിയോ കാണാൻ നോക്കിയത്, പക്ഷെ ഇന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഉണ്ട്, നിറയുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടത്തിന് കണ്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഇത്ത, എന്താണ് വിശേഷം? കുറെ ആയി മെസ്സേജ് അയച്ചിട്ട്, കമന്റ് ഇട്ടിട്ട് കുറെ ആയി എന്നായിരിക്കുമല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറച്ച് ബിസി ആയിരുന്നു, ബട്ട് ഇടക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. ഓക്കെ മുത്തേ, കണ്ടാൽ മതി. എപ്പോഴെങ്കിലും ഒക്കെ കമന്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടുക. പിന്നെ വണ്ണം കുറഞ്ഞ് സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ്സിലാണ് ഞാൻ മറന്നിട്ടില്ല കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. ബസ്സില്ല അല്ലെ, എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. കാരണം എപ്പോഴും എൻ്റെ ഇതിൽ കമന്റ് ഇടുന്ന ഒരു കുട്ടിയും കൂടിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് കാണുക. പിന്നെ നമ്മുടെ റാവുത്തർ ബിരിയാണിയിലത്തെ ആ ഗരം മസാലയിൽ ഇങ്ങനെ കോയമ്പത്തൂർ കൽപ്പാസി ഇടുന്നു കേൾക്കുന്നുണ്ട്. ഞാൻ കൽപ്പാസി ഇട്ടിട്ട് ഒരു ദണ്ടിക്കൽ ബിരിയാണി അങ്ങനെ എന്തോ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുത്തലുള്ള ഒരു സംഭവമാണ് അല്ലേ കൽപ്പാസി. അത് അവോയ്ഡ് ചെയ്തിട്ട് ഗരം മസാല അടിച്ചു നോക്കി. ചില സമയത്ത് അത് ഇടുന്നതാണ് ഞാൻ കുറെ കണ്ടിട്ടുള്ളത്. അത് കുറച്ചിട്ടാലും മതിയാവും കേട്ടോ. ഞാനും ഇതുപോലെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതും കഴിഞ്ഞ് എൻ്റെ മുറ്റം അടിച്ചു വാരലും കഴിഞ്ഞ് ഞാൻ കൈയും മുഖവും കാലൊക്കെ ഒന്ന് കഴുകി. ഉമ്മ തേങ്ങ വല്ലതും വീണിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് തൊടിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, 2-3 കമൻറ്റ് കണ്ടു. എന്താണ് ഈ സുക്കട്ടിക്ക? ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചതാണ്, ആരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ കൂടെ? കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കി എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ നമ്മുടെ മെനു ചോറ്, പരിപ്പിച്ചാറ്, ഫിഷ് ഫ്രൈ, പിന്നെ ചേന സമയം കിട്ടുകയാണെങ്കിൽ ഫ്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് വളരെ ലഘുവായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ ഈ നമ്മുടെ സുക്കട്ടിക്ക എന്ന് പറയും. സുക്കട്ടി എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ, വലിയ മരമൊന്നുമല്ല. അതിലുള്ള ചീര വെച്ചിട്ട് തോരൻ ഉണ്ടാക്കും, കായ് വെച്ചിട്ട് കറി ഉണ്ടാക്കും. അപ്പൊ സുക്കട്ടി ചീര എന്ന് പറയും. അത് നമ്മുടെ മുരിങ്ങയൊക്കെ തോരൻ വെക്കില്ല, അതേപോലെ വെക്കാം. നമ്മുടെ വയറ്റില് ക്യാൻസർ, അൾസർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഞാൻ എത്ര പ്രാവശ്യം എന്നറിയൊന്നും വോയിസ് ഓവർ കൊടുത്തിട്ട് തനിയെ ഡിലീറ്റ് ആയി പോകുന്നത്. വല്ലാത്തൊരു കഷ്ടം പിടിച്ചൊരു സംഭവം കേട്ടോ. സ്ക്രീനിൽ അറിയാണ്ട് കൈ തട്ടും, അത് ഡിലീറ്റ് ആയി പോകും. ഇതിപ്പോൾ ഇതാ അങ്ങനെ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സുക്കട്ടി ചീരനെ കുറിച്ച് പറയാം. നല്ലൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരില്ല. വീട്ടിലുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ കഴിക്കുക. പക്ഷെ നമ്മുടെ ഇലയ്ക്ക് ഇങ്ങനെ കേട് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇല വലിച്ച് തോരൻ വെക്കാൻ തോന്നാറില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ കായ എടുത്തിട്ട് കറി വെക്കാറാണ് ചെയ്യാറുള്ളത്. നമ്മുടെ മീൻ കറിയൊക്കെ വെക്കൂല, അതേപോലെ നല്ല മണമായിരിക്കും കേട്ടോ ഇതിൻ്റെ കറിക്ക്. അപ്പം ഞാൻ എന്തായാലും ഇനി ഉണ്ടാക്കുമ്പോൾ റെസിപ്പി കാണിക്കാം. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചതാണ്, കാണാത്തവർ ഇനിയുണ്ട് തോന്നുന്നു കേട്ടോ ഒരുപാട് പേര്. അങ്ങനെ എന്താണ് സാധാരണ പാലെത്തുമ്പോഴല്ലേ ചായ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഒരു റീലിലെ മാറി പറഞ്ഞു. അത് ഭയങ്കര ഒരു പ്രശ്നമായി ഇല്ലേ, കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചായ ഉണ്ടാക്കി ഓരോരുത്തരുടെ കയ്യിൽ കൊണ്ടുപോയി പിടിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം ആൺമക്കളല്ലേ, നാളെ അവരുടെ ഭാര്യമാർ ഇതുപോലെയൊക്കെ ചെയ്തു തരുമോ? ഞാൻ ഒരിക്കലും എൻ്റെ മക്കളോട് വേറൊരാളെ കണ്ടിട്ട് ജീവിക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തു തരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ നിനക്ക് വേറൊരാളെ ചെയ്തു തരും എന്നുള്ളത് ഒരിക്കലും നിന്റെ മൈൻഡിൽ വെക്കരുത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നീ ഒരിക്കലും ജീവിക്കരുത് എന്നൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. ഞാൻ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ ഒരു മക്കളോടുള്ള ഒരു ഇതും, പക്ഷെ അവരായിട്ട് സ്വയം കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്, പാത്രം കഴുകാറുണ്ട്, അവർ ചായ ചൂടാറിയിട്ടുണ്ടെങ്കിൽ അവർ ചൂടാക്കി കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വലിയ മോൻക്ക് വീഡിയോയിൽ നിൽക്കുന്നതും ഇതൊന്നും വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ല. ചെറിയ മോൻ ചായ കുടിക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇത് നമ്മുടെ കോമൺ ഫിഷിൻ്റെ മസാലയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ഒരു മാസം എത്ര രൂപ ചെലവ് വരും ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ബ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. നമുക്ക് ഫുഡിന് തന്നെ അത്യാവശ്യം എക്സ്പെൻസ് വരാറുണ്ട് ഒരു മാസം. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചിലവ് വന്നു കഴിഞ്ഞാൽ അതും വരാറുണ്ട്. ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 40 നമുക്ക് എപ്പോഴും വരാറുണ്ട് കേട്ടോ. അതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്കങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കുറയ്ക്കാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറയ്ക്കാനൊക്കെ, പക്ഷെ പറ്റുന്നില്ല. 40 എന്തായാലും വരും. പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ നമ്മൾ പുറത്തു പോകുമ്പോൾ ലുലുവിലൊക്കെ പോകുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കൂടുതൽ എക്സ്പെൻസ് വരും. ഇനി എന്തെങ്കിലും ഒന്ന് കേട് വന്നാൽ അത് നേരാക്കാനുള്ളത്, അങ്ങനെ ചിലപ്പോൾ 70, 80, 1 ലക്ഷം വരെയൊക്കെ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആ ഒരു മാസത്തെ കാര്യങ്ങളിനനുസരിച്ചിരിക്കും നമുക്ക്. പിന്നെ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞാൻ ഇന്ന് നല്ല പരിപ്പിച്ചാറും ഫിഷ് ഉണ്ട് ഒക്കെയാണ് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് പരിപ്പിച്ചാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളായിട്ട് ഞാൻ ഇന്നിവിടെ കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, പച്ചമുളക്, തക്കാളി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എടുക്കുന്നുള്ളൂ കേട്ടോ. മുരിങ്ങക്കായ, വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, നല്ലതാണ് കേട്ടോ. അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നൊരു സിമ്പിൾ പരിപ്പിച്ചാറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ 2 ദിവസത്തിനാണ് കറി വെക്കുന്നത് കേട്ടോ, അതുകൊണ്ട് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ വല്ല രസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനും ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങൾ മുറിച്ചതും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കമന്റ്സിന് നമുക്ക് റിപ്ലൈ
റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഡിലീറ്റ് ആയി പോയ കാരണം നമുക്ക് ഇനി അത് വീണ്ടും എടുത്ത് റിപ്ലൈ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനി ഏതിനൊക്കെ റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ചായക്ക് സ്നാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നാ തോന്നുന്നത്. അങ്ങനെ കഷ്ണം ഒക്കെ കഴുകിയെടുത്ത് അതിലോട്ട് വെള്ളം ആക്കിയിട്ട് ഞാൻ പരിപ്പിച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ഉടച്ച് ചിരവി ഒക്കെ എടുക്കണം കേട്ടോ. മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ FBയിലും കുറേ കമൻസ് വന്നിട്ടുണ്ട്, നമ്മൾ അരി വാങ്ങിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടില്ല ജിനി എന്ന് പറയുന്നുണ്ട്. റേഷൻ അരിയാണ് അല്ലേ? ഓക്കെ, അങ്ങനെയുണ്ട് അല്ലേ? ഞാൻ വിചാരിച്ചു വേറെ ആർക്കെങ്കിലും ഒക്കെ അത് കിട്ടും എന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പം നമ്മളെവിടെ കിടന്ന് വെറുതെ പുഴു കടിച്ചിട്ട് പുഴു തിന്നിട്ട് പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അരി അരയ്ക്കാറോ അരി കഴുകി പത്തിരിക്ക് പൊടിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ കാര്യത്തിന് നിൽക്കാത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ മഴയൊക്കെ കുറച്ചു നേരം പോയി കണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കഷ്ണം വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് തക്കാളിയുടെ പുളി മാത്രം പോരാ, സാമ്പാറിലോട്ടൊക്കെ നമ്മൾ പുളി ഒഴിക്കില്ലേ, അത്രയും ഒഴിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുക്കറിൽ തന്നെ ഞാൻ ഇന്ന് ചോറ് വെക്കുന്നുണ്ട്. ഇന്ന് ചോറ് കുറച്ച് അധികം വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, കുട്ടികൾക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ചോറ് കഴിക്കും. അതിനുശേഷം തേങ്ങ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ പരിപ്പിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് താളിപ്പായിട്ട് ഞാൻ കടുകും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരിപ്പിച്ചാറ് റെഡി. പിന്നെ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ വറുത്തപ്പോൾ ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഇന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചില ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴേ എൻ്റെ ഇച്ചിരി ഓയിൽ കൂടി എന്നൊരു ഡൗട്ട് എനിക്ക് തന്നെ തോന്നി. അത് കാരണം ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാസം വാങ്ങിക്കുന്ന സാധനങ്ങളിൽ ഒക്കെ ഇട്ടിട്ടൊരു വീഡിയോ കാണിക്കുമോ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ കാണിക്കാം. നെക്സ്റ്റ് മന്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണിക്കാം. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ അത് ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ചായയും പാലും തമ്മിൽ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ കോമഡി കമൻറ്റാണ്. ഇക്കാക്ക് എന്താ ജോലി ചോദിച്ചിട്ടുണ്ട്. ഇക്ക ജോഗറിലാണ് വർക്ക് ചെയ്യണത്. സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോടാണ് വർക്ക് ചെയ്യണത്. പിന്നെ ബോറടിയൊന്നുമില്ല. ജിനിയുടെ വീഡിയോ കാണാൻ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം ഞാൻ മീനൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ട്, തുടയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിച്ച് ഒരു സുഭിക്ഷമായിട്ടുള്ള ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ, ജിനി ബാഡ് കമൻറ്റ് ഇട്ടതല്ല, ഓരോ നാട്ടിൽ ഓരോന്ന് പറയും. റെസ്റ്റ് ഉണ്ടാവുന്നോ, ടേസ്റ്റ് ഉണ്ടാവുന്ന നമ്മുടെ ബിരിയാണിക്കോ, അയ്യോ ബാഡ് കമന്റ് പോലെയല്ല അത്. ബാഡ് കമന്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ലോടൂ. ഞാനും അതുപോലെ വിചാരിച്ചിട്ടൊന്നല്ല അതിന് റിപ്ലൈ തന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു കമന്റ് എവിടെ എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ, എപ്പോഴും വരുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുമല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്നും വിചാരിക്കലേ. അപ്പൊ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിനി വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അപ്പപ്പുള്ള വേസ്റ്റ് അപ്പപ്പം അങ്ങ് കൊണ്ടുപോയി കളയാറുണ്ട് ഇപ്പോൾ പതിവായിട്ട്. എന്നാലുള്ളൂ കോണീച്ച ശല്യം ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പഴത്തിന്റെ തൊലിയാണെങ്കിലും അവിടെ കോണീച്ച വന്നിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. ജിനിയുടെ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ നല്ലോണം ക്ഷീണിച്ചു. കാരണം എന്താണെന്നറിയോ, ഒരു 10-15 മിനിറ്റ് എക്സ്ട്രാ സംസാരിച്ചതൊക്കെ അങ്ങോട്ട് കട്ടായിപ്പോയിട്ടോ. വല്ലാത്തൊരു വിഷമായിപ്പോയി എനിക്കത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ലാസ്റ്റ് ആകെ എൻ്റെ വോയിസ് ഒക്കെ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദോശയുടെ ഒന്നും കൂടി കാണിക്കുക പറഞ്ഞിരുന്നല്ലോ. ഒരു 4 കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് നമുക്ക് അതിലോട്ട് ഉഴുന്ന് വേണം, കുറച്ച് ഉലുവയും വേണം. ഞാനിവിടെ എന്തായാലും 6 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്താൽ തീരും കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി മാവില്ലേ എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയും ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതിൽ ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുത്താൽ മതി. ഒരു രാത്രിയൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ അരയ്ക്കുക, അല്ല രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം അരയ്ക്കുക, അങ്ങനെ ചെയ്താൽ മതി. കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കണ്ട് അടച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് ഞാനിതെടുത്തത്. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് 2 കയ്യിൽ നമ്മുടെ ചോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുഴുങ്ങലരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറില്ല. റീസൺ ചിലപ്പോൾ മിക്സിയുടെ ജാറിൽ അത് നന്നായിട്ട് അരയൂല, അതുകൊണ്ടാണ്. അങ്ങനെ ഇത്രയും അരിയും അതിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ വെക്കുക. 4-5 മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്പി ദോശയ്ക്കുള്ള ബാറ്റർ റെഡി. നല്ല നെയ്യൊക്കെ ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.